അത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനെന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ ജീവിക്കുന്നു. ഇങ്ങനെ ജീവിക്കുന്ന എനിക്ക് വേറൊരാളുടെ ഒരു സ്പെയർ ഓഫ് ലെവൽ എൻ്റെ കയ്യിൽ കയറി കഴിഞ്ഞാൽ ഇറ്റ്സ് എ കൺഫ്യൂസ്ഡ്. അത് സയന്റിഫിക്കലി നമ്മൾ ഗ്രോത്ത് ചെയ്യപ്പെട്ടിട്ടുള്ള അത് നമ്മളെ ബോഡിയിൽ ചേർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ സയന്റിഫിക്കലി ഡിഫറൻറ്റ് ഉണ്ടാകും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയന്റിഫിക്കലി ഡിഫറൻറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാകാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്, നിങ്ങളുടെ വീട്ടിൽ ഒരു അച്ഛനും അമ്മയ്ക്ക് 5 മക്കളുണ്ട് എന്ന് വയ്ക്കുക. 5 പേരുണ്ടെന്ന് വയ്ക്കുക. ഈ 5 പേരും 5 ടൈപ്പാണ്. അതാണ് ബോഡിയിൽ വരുത്തുന്ന, പ്രകൃതി വരുത്തുന്ന സെല്ലുകളുടെ ചേഞ്ച്. 5 പേരും 5 മേഖലയിലാണ് വർക്ക് ചെയ്യണത്. 5 പേരും 5 പേരുടെ ക്യാരക്ടർ ഡിഫറെന്റ് ആയിരിക്കും. ചിലപ്പോൾ ഇവർ 5 പേരും ഒരു മേഖലയിൽ വർക്ക് ചെയ്താലും ക്യാരക്ടർ ഡിഫറെന്റ് ആയിരിക്കും. ഇതൊരു എനർജറ്റിക് ലെവലാണ്. അതാണ് ഈ സയന്റിഫിക്കലി പറയുന്ന ഒരു വിഷയം. ഇതിന് നമ്മൾ ഈ പല കാര്യങ്ങളോട്ട് ആചാരങ്ങളോട്ടൊക്കെ ഇതിനെ ബന്ധപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഞാൻ അതിലെ കൂട്ടൊന്നും കിടക്കുന്നില്ല. പക്ഷെ ഹൃദയപൂർവ്വം എന്ന് പറയുന്ന സിനിമ പറയുന്നത് ഒരു സയന്റിഫിക്കൽ ടെമ്പറിങ് ആണ്. സയന്റിഫിക്കൽ ടെമ്പർ ഉണ്ട്. സയന്റിഫിക്കൽ ടെമ്പർ എന്ന് പറയുന്നത് ഈ സാധാരണ പേർക്കൊന്നും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. പക്ഷെ നമ്മളെപ്പോഴും എന്ത് പറ്റും, നമ്മളത് അക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷെ നമുക്കൊരു പ്രശ്നം വന്ന് എന്ത് ചെയ്യും, നേരെ സയൻസിനെ തന്നെ ആശ്രയിക്കുകയും ചെയ്യും. ഇത് ഹൃദയപൂർവ്വ സിനിമ തുറന്നു കാണിക്കുന്നുണ്ട്, നന്നായിട്ട് തുറന്നു കാണിക്കുന്നുണ്ട്. ആ തുറന്നു കാണിക്കൽ ഈ സിനിമ ഒരു നല്ല പ്രസന്റിങ് ലെവൽ തന്നെന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഒന്നാമത്തെ കാര്യം, എൻ്റെ പോസിറ്റീവ് പറയണേ. ഇനി രണ്ടാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ ധാരാളം ഈ ആസ്ട്രോളജി മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ലിങ്ക് ചെയ്യണത് തമാശയ്ക്ക് വേണ്ടിയായിരിക്കും, അങ്ങനെയല്ലായിരിക്കും. പക്ഷെ അപ്പോഴൊക്കെ തന്നെ പുതിയ തലമുറയിലെ ഒരു കഥാപാത്രം ചെയ്യുന്ന പയ്യൻ, ആ കഥാപാത്രം പുതിയ തലമുറയിലെ പയ്യനാണ്. അവൻ നന്നായിട്ട് അത് സയന്റിഫിക്കലി ക്രോസ് ചെയ്യുന്നുണ്ട്. അത് പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിയില്ല. ഞാനത് വളരെയേറെ ശ്രദ്ധിച്ച് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് സയൻസും മറ്റു കാര്യങ്ങളെക്കുറിച്ചും വലിയ മതചിന്തകളും മതഭ്രാന്തും ജാതിഭ്രാന്തൊന്നും ഇല്ലെങ്കിൽ ഇതൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ അവ അത് കൗണ്ടർ ചെയ്ത് പോകുന്നുണ്ട്. അത് ഈസി ആയിട്ട് ഇങ്ങനെ പടത്തിന്റെ എൻഡ് വരെ പോകുന്നുണ്ട്. പ്രേക്ഷകരത് എങ്ങനെ എടുക്കുന്നൊന്നുമില്ല. അതും ഇതിനകത്ത് സയന്റിഫിക്കലി നന്നായിട്ട് പോകുന്നുണ്ട്. പിന്നെ കുറെ ആചാരങ്ങളെ ക്രോസ് ചെയ്ത് ഇങ്ങനെ പോകുന്നെങ്കിലും ഫുള്ളി 90% ജനങ്ങൾ ആചാരമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതെല്ലാം ഹൃദയത്തിന്റെ, നമ്മുടെ ഹാർട്ടിന്റെ, നമ്മുടെ വികാസത്തിന്റെ, ചിന്തയുടെ വികാസത്തിന്റെ വളർച്ചയൊക്കെ സിനിമ ഇങ്ങനെ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കാണുന്ന സിനിമയിൽ കഥ മുന്നോട്ട് പോവുകയും ക്ലൈമാക്സിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ